ഇന്ന് ഞാൻ വന്നേക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നും വൻ വില കൊടുത്ത് വാങ്ങുന്ന അലോവേര സോപ്പ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. അതിനായി നമുക്ക് കറ്റാർ വാഴ വെട്ടിക്കൊണ്ടുവരാം. അതിൽ നിന്നും ഒരു കറ വരും, അത് പൂർണ്ണമായി നീക്കം ചെയ്യണം. അല്ലെങ്കിൽ അത് ഗുണത്തിനേക്കാളും വലിയ ദോഷമാവും ഉണ്ടാവുക. എന്നിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ മുക്കി വെച്ച് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ സൈഡ് വെട്ടി മേൽഭാഗം ഇളക്കി ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ സ്പൂൺ വെച്ച് അതിൻ്റെ ജെല്ലെല്ലാം ഇളക്കിയെടുത്ത് എന്നിട്ട് മിക്സിയിൽ വെച്ച് ഒന്ന് അടിച്ചെടുക്കാവുന്നു. അടിച്ചെടുത്ത കറ്റാർ വാഴ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനകത്ത് ഒരു സ്വല്പം ഗ്ലിസറിൻ ഒഴിച്ച് കൊടുക്കുക. അത് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒഴിക്കണമെന്നില്ല. അത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇതിന് സോപ്പിനൊരു കളർ വേണ്ടേ, അതിന് ചേർക്കുന്നതാണ് മഞ്ഞൾപ്പൊടി. ഞാൻ വീട്ടിൽ ഉണക്കി പൊടിപ്പിച്ച് വെച്ചതാണ്. മഞ്ഞൾ മേടിച്ച് ഉണക്കി പൊടിപ്പിച്ച് വെച്ച മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് വേറെ കളറൊന്നും ചേർക്കണ്ട. അത് കഴിഞ്ഞ് നമുക്ക് വൈറ്റമിൻ ഗുളിക ചേർക്കാം. അത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. എവിയോൺ 400 എന്ന് പറഞ്ഞ് വൈറ്റമിൻ ഇ. അത് വാങ്ങിച്ച് അതും കൂടെ നമുക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട്. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്ത് പാത്രം വെച്ച് കൊടുക്കാം. അടുപ്പിൽ പാത്രം വെച്ച് കൊടുത്ത് വലിയൊരു പാത്രം വെച്ചിട്ട് അതിൽ ചെറിയ പാത്രം വേണം ഇത് നമുക്ക് ഉരുക്കിയെടുക്കാൻ. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഈ ചെറിയ പാത്രത്തിൽ നമുക്ക് ഷോപ്പേഴ്സ് ഇതുപോലെ മേടിച്ച് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ കെമിക്കലൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇവിടെ എത്രത്തോളം ചെറുതായിട്ട് അരിയുന്നോ അത്രയും പെട്ടെന്ന് ഇത് അരിഞ്ഞ് കിട്ടും. അതിനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം, അലിയിച്ചെടുക്കാവുന്നു. ഇത് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ അലിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെല്ലാം മിശ്രിതം ചെയ്ത് വെച്ചത് അങ്ങോട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു വയ്ക്കും. കറ്റാർ വാഴ, ഗ്ലിസറിന്, മഞ്ഞൾപ്പൊടി, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കളർ കണ്ടേ, നല്ല മഞ്ഞ കളറാണ്. നമ്മൾ വേറെ മഞ്ഞ കളറിന് വേറെ ഒന്നും ചേർത്തില്ല. നമ്മൾ വീട്ടിൽ കറിക്ക് അരയ്ക്കുന്ന മഞ്ഞൾ മാത്രമാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. മണത്തിന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അത് ഈ കെമിക്കലൊക്കെ വിൽക്കുന്ന കടകളിൽ ചോദിച്ചാൽ അവർ മണത്തിന് പ്രത്യേക സാധനം തരും, അത് നമുക്ക് മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയൊക്കെ വിൽക്കുന്ന കടകളിൽ ചോദിച്ചാലും അവിടെ നിന്നും കിട്ടും. നമുക്ക് എല്ലാം ഉരുവി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കാം. ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ഐസ്ക്രീം ടിന്നോ വീട്ടിലെ ഏതെങ്കിലും ചെറിയ ടിന്നുകളോ ഒക്കെ എടുത്ത് നമുക്ക് ഒഴിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് ഇളക്കിയെടുക്കാം. വേറെ പാത്രത്തിൽ വയ്ക്കുന്നെങ്കിൽ നിങ്ങൾ ഇച്ചിരി എണ്ണ തടവി കൊടുക്കണം. ഇതിനകത്ത് പിന്നെ കുഴപ്പമില്ല, ഇളകി വന്നോളും. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നും. പിന്നെ ചെയ്ത് വരുമ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വെളിയിൽ കച്ചവടം ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ.